നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്ട് ചെയ്ത ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ വായനാ പീരീഡ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ വായനാ പീരീഡ് ആരംഭിച്ച സംസ്ഥാനം? തമിഴ്നാട്. അടുത്ത ചോദ്യം, 2022 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ? 2022 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ? പുതുച്ചേരി. അടുത്ത ചോദ്യം, സംസ്ഥാന കായിക യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര്? സംസ്ഥാന കായിക യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര്? എം ശിവശങ്കർ. അടുത്ത ചോദ്യം, 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആലപ്പി രംഗനാഥ്. അടുത്ത ചോദ്യം, പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യത്തെ വനിത? പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യത്തെ വനിത? ആയിഷ മാലിക്. അടുത്ത ചോദ്യം, ലോക ഹിന്ദി ദിനം ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ജാനുവരി 10. അടുത്ത ചോദ്യം, അടുത്തിടെ സൈനികർക്കിടയിൽ വാട്സാപ്പ് നിരോധിച്ച രാജ്യം? സ്വിറ്റ്സർലാൻഡ്. അടുത്ത ചോദ്യം, 15 മുതൽ 18 വയസ്സ് വരെ ഉള്ളവരുടെ ഇടയിൽ 100% വാക്സിനേഷൻ കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശം? 15 മുതൽ 18 വയസ്സ് വരെ ഉള്ളവരുടെ ഇടയിൽ 100% വാക്സിനേഷൻ കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശം, അതായത് യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നാണ് ചോദ്യം. ലക്ഷദ്വീപ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹി. അടുത്ത ചോദ്യം, എപ്പോഴാണ് റഷ്യ യുക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? ഫെബ്രുവരി 24. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കുറുമ്പാച്ചി മല സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. അടുത്ത ചോദ്യം, 2022 ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയികൾ? 2022 ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയികൾ? കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം? കോട്ടയം. ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് അക്ഷര മ്യൂസിയം. അടുത്ത ചോദ്യം, ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ ആദ്യ സംസ്ഥാനം? കേരളം. അടുത്ത ചോദ്യം, 2022 നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനമാണ്?
2022 നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനമാണ്? 3. അടുത്ത ചോദ്യം, രാജ്യസഭ അംഗമാകുന്ന ഏഴാമത്തെ മലയാളി വനിത. രാജ്യസഭ അംഗമാകുന്ന ഏഴാമത്തെ മലയാളി വനിത ആരാണ്? JB മേത്തർ. അടുത്ത ചോദ്യം, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2022 വേദി. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2022 വേദി. ശ്രീലങ്ക. അടുത്ത ചോദ്യം, 2022 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2022 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 136. അടുത്ത ചോദ്യം, കേരളത്തിൽ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്ന നഗരം ഏതാണ്? കേരളത്തിൽ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ നൽകുന്ന കോവിഡ് വാക്സിൻ ഏതാണ്? 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ നൽകുന്ന കോവിഡ് വാക്സിൻ ഏതാണ്? കോർബിവാക്സ്. അടുത്ത ചോദ്യം, ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 16. അടുത്ത ചോദ്യം, 2022 മാർച്ചിൽ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം. 2022 മാർച്ചിൽ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹി. അടുത്ത ചോദ്യം, 2022 ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം സന്തോഷം ഏറ്റവും കുറഞ്ഞ രാജ്യം. 2022 ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം സന്തോഷം ഏറ്റവും കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം, COVID-19 100% വാക്സിനേഷൻ നേട്ടം കൈവരിച്ച ഇന്ത്യൻ നഗരം. COVID-19 100% വാക്സിനേഷൻ നേട്ടം കൈവരിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ കോവിഡിൻ്റെ വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ കോവിഡിൻ്റെ വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഡെൽറ്റ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ ഏത് ദിവസമാണ്? ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ ഏത് ദിവസമാണ്? ഫെബ്രുവരി 15. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം ഏത് സംസ്ഥാന ഹൈക്കോടതിയാണ് അടുത്തിടെ ശരിവെച്ചത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ഏത് സംസ്ഥാന ഹൈക്കോടതിയാണ് അടുത്തിടെ ശരിവെച്ചത്? കർണാടക. അടുത്ത ചോദ്യം, എല്ലാ വീടുകളിലും LPG കണക്ഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എല്ലാ വീടുകളിലും LPG കണക്ഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്തായത് ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ആയത് ഏത്? കുമ്പളങ്ങി പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത്. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2022 ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.